ഞങ്ങൾ കഴിഞ്ഞ ദിവസം താമസിച്ചത് ഇവിടെയായിരുന്നു. 6:30 ആയപ്പോൾ തന്നെ എല്ലാവരും റെഡിയായി. 14 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ ഇവിടുത്തെ തണുപ്പ്. സൂര്യൻ ഉദിച്ച് വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിലും നല്ല തണുപ്പുണ്ട്. തണുപ്പൊന്ന് മാറിക്കിട്ടാൻ ഞാൻ പുറത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി. അപ്പോഴേക്കും അജയ് ചേട്ടൻ കാറുമായി വന്ന് ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൂട്ടിക്കൊണ്ടുപോയി. HALലെ ടൗൺഷിപ്പിനുള്ളിലൂടെയുള്ള റോഡാണിത്. HALലെ ക്യാൻറ്റീനിലോട്ടാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അവിടെ പോയി നല്ല പോഹ രാവിലെ ബ്രേക്ക്ഫാസ്റ്റായി കഴിച്ചു. അപ്പോഴേക്കും ഞങ്ങൾക്ക് പോകാനുള്ള കാറെത്തി. അജയ് ചേട്ടൻ ഡ്രൈവർക്ക് പോകാനുള്ള സ്ഥലങ്ങൾ വിശദീകരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ നാസിക്കിലെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഞങ്ങളവിടെ നിന്ന് തിരിച്ചു. മുംബൈ ആഗ്ര ഹൈവേയിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. നല്ല റോഡാണെന്ന് തോന്നുമെങ്കിലും ഇടയ്ക്കിടയ്ക്ക് നല്ല കുഴികളുണ്ട്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ സ്പോട്ടായ പാണ്ഡവലേനി അഥവാ പാണ്ഡവ് കേവ്സിലെത്തി. പാണ്ഡവലേനി എന്ന് പറയുന്നത് ഒരു മറാത്തി വാക്കാണ്. പാണ്ഡവന്മാരുടെ ഗുഹ എന്നാണ് അർത്ഥം. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ ഈ പാണ്ഡവലേനി കേവ്സ്. ഏകദേശം 250ഓളം സ്റ്റെപ്പുകൾ കയറി വേണം അവിടെ എത്താൻ. പാറ തുറന്നെടുത്ത 24ഓളം ഗുഹകളാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും വലിയ ആവേശത്തോടുകൂടി സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. പോരാത്തതിന് ഞങ്ങളുടെ ട്രിപ്പിലെ ആദ്യത്തെ സ്പോട്ടാണല്ലോ, അതിൻ്റെ ഒരു ആവേശം കൂടി ഉണ്ട് എല്ലാവർക്കും. ത്രിരശ്മി ബുദ്ധിസ്റ്റ് കേവ്സ്, ഇതാണ് ഈ ഗുഹകളുടെ യഥാർത്ഥ പേര്. നാസിക്കിലെ ത്രിരശ്മി എന്നറിയപ്പെടുന്ന മലയുടെ മുകളിലാണ് ഈ ബുദ്ധിസ്റ്റ് കേവുകൾ സ്ഥിതി ചെയ്യുന്നത്. സ്റ്റെപ്പ് കയറാൻ ആദ്യം കാണിച്ച ആവേശമൊന്നുമില്ല, എല്ലാവരുടെയും സ്പീഡ് കുറഞ്ഞു. കുറച്ചു മുമ്പ് മിന്നൽ മുരളി പോലെ കയറി വന്ന മനുഷ്യനാണ്. ഇരിക്കുന്ന ഇരുത്ത കണ്ടോ. ഞങ്ങളുടെ പിന്നാലെ കുറേ കുട്ടികൾ വരുന്നുണ്ട്. സ്കൂൾ ടൂറാണെന്ന് തോന്നുന്നു. ഈ ബുദ്ധിസ്റ്റ് ഗുഹകളെപ്പറ്റി വിശദമായി ഈ ബോർഡിലുണ്ട്. പകുതിയും തുരുമ്പെടുത്ത് പോയെന്നേ ഉള്ളൂ. സ്റ്റെപ്പ് കയറി ഏറ്റവും മുകളിലെത്തി കഴിയുമ്പോഴാണ് ടിക്കറ്റ് കൗണ്ടർ ഉള്ളത്. ടിക്കറ്റിൽ എഴുതിയിരിക്കുന്നത് പാണ്ഡുലേന കേവ്സ് എന്നാണ്. ഇതാണ് ബുദ്ധിസ്റ്റ് കേവ്സിൻ്റെ എൻട്രൻസ്. എൻ്റെ ഏതോ സബ്സ്ക്രൈബറാണ് എന്നെ കൈയൊക്കെ പൊക്കി കാണിക്കുന്നുണ്ട്. നമ്മളവിടെ കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് 3-ാം നമ്പർ ഗുഹയാണ്. ഇതൊരു വിഹാരയാണ് അഥവാ മൊണാസ്ട്രി. ഈ ഗുഹാക്കൂട്ടങ്ങളിലെ ഏറ്റവും വലിയ വിഹാര ഇതാണ്. വിഹാരയിൽ സാധാരണയായി ഒരു വലിയ ഹാളും ചെറിയ ചെറിയ സെല്ലുകളുമാണ് കാണപ്പെടാറുള്ളത്. ബുദ്ധ സന്യാസിമാർ ഈ വലിയ ഹാൾ ഉപയോഗിച്ചിരുന്നത് പഠനത്തിനും പ്രാർത്ഥനയ്ക്കും ധ്യാനത്തിനുമായിരുന്നു. ചെറിയ സെല്ലുകൾ അവർക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ഇവ കൂടാതെ ബുദ്ധൻ്റെ ഒരു രൂപം കൂടി വിഹാരയിൽ കാണപ്പെടാറുണ്ട്. 2000ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഒരു മല തുരന്ന് ഇവരിത് എങ്ങനെ ചെയ്തു എന്നത് അതിശയിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. വിഹാരയുടെ പുറത്തായി കാണുന്ന തൂണുകളാണിവ. വിഹാരയുടെ പുറത്തെ ഭിത്തിയിലായി പ്രാകൃത ഭാഷയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അന്ന് ഭരിച്ചിരുന്ന രാജാക്കന്മാർ ബുദ്ധസന്യാസിമാർക്ക് കൊടുത്ത സംഭാവനകളുടെ വിശദാംശങ്ങളാണിത്. അവർ ഇത് എഴുതിയിരിക്കുന്നത് ബ്രഹ്മി ലിപിയിലാണ്. BCE 1-ാം നൂറ്റാണ്ടിനും CE 3-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് ഇത് പണി കഴിപ്പിച്ചത്. അതായത് ഒരു 2000ഓളം വർഷം പഴക്കമുണ്ടെന്നർത്ഥം. ഇവിടുത്തെ 24 ഗുഹകളിൽ 11-ാം നമ്പർ ഗുഹ മാത്രം ഒരു ജെയിൻ ടെമ്പിളാണ്. ബുദ്ധ ഗുഹകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് ഇത്. പുറമേ നിന്ന് നോക്കിയാൽ ഒരു കൊട്ടാരം പോലെ തോന്നുമെങ്കിലും ഇത് അവരുടെ പ്രെയർ ഹാളാണ്. ചൈത്യ എന്നാണ് പ്രെയർ ഹാളിനെ വിളിക്കുന്നത്. അതിനുള്ളിലായി നമുക്കൊരു സ്തൂപ കാണാൻ സാധിക്കും. സ്തൂപയ്ക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്തായിരുന്നു അവർ പ്രാർത്ഥിച്ചിരുന്നത്. എല്ലാ ഗുഹകളിലും പ്രാകൃത ഭാഷയിലുള്ള ഇതുപോലുള്ള എഴുത്തുകൾ കാണാൻ സാധിക്കും. രാജാക്കന്മാർ കൊടുത്ത സംഭാവനകളുടെ വിശദാംശങ്ങളാണ് ഇവയിൽ കൂടുതലും. ബുദ്ധഗുഹകൾ സ്ഥിതി ചെയ്യുന്ന ത്രിരശ്മി മലയുടെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ കാണുന്ന കാഴ്ചയാണിത്. വലിയ കെട്ടിടങ്ങൾ കഴിയുമ്പോൾ അങ്ങിങ്ങായി ചെറിയ മുന്തിരിത്തോട്ടങ്ങളും കാണാൻ സാധിക്കും. പാലി ഭാഷയിൽ മഞ്ഞ നിറമെന്നർത്ഥം വരുന്ന പുൻഡ്രു എന്നായിരുന്നു ഈ ഗുഹകളെ വിളിച്ചിരുന്നത്. അതിന് കാരണം മറ്റൊന്നല്ല, അന്നിവിടെ താമസിച്ചിരുന്ന സന്യാസിമാർ ധരിച്ചിരുന്ന വസ്ത്രം മഞ്ഞ നിറത്തിലുള്ളതായിരുന്നു. കാലക്രമേണ പുൻഡ്രു എന്ന പദം മാറി പാണ്ഡു ഗുഹകൾ എന്നായി മാറി. വർഷങ്ങൾക്ക് ശേഷം ഇതിനെ ആളുകൾ പാണ്ഡവ ഗുഹകൾ എന്ന് വിളിച്ചു തുടങ്ങി. ബുദ്ധസന്യാസിമാരാണ് മല തുരന്ന് ഈ ഗുഹകൾ ഇവിടെ നിർമ്മിച്ചത്. അന്നവരെ അതിനെ സഹായിച്ചത് ക്ഷത്രപ ഭരണാധികാരികളും ശതവാഹന രാജാക്കന്മാരും പ്രാദേശിക കച്ചവടക്കാരുമായിരുന്നു.
അങ്ങ് താഴെയായി ഒരു ഡോം ഷേപ്പിൽ കാണുന്നത് ത്രിരശ്മി ബുദ്ധവിഹാറാണ്. അതൊരു ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. നാസിക്കിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങളുമായി കാണാം. അതുവരേക്കും ബൈ.